ഏറ്റവും പാവപ്പെട്ടവരെ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ആ സർക്കാർ ഇന്ന് ബുൾഡോസർ കയറ്റി അടിച്ചു നിരത്തിക്കളഞ്ഞത് ആ തെരുവിനെ എന്നുള്ളതാണ്. തൊട്ടടുത്ത് ആൾദൈവമായ ആശാറാം ബാപ്പുവിന്റെ 45,000 ചതുരശ്ര മീറ്റർ കയ്യേറ്റം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. തിരിച്ചെടുക്കൂ ആ സർക്കാർ ഭൂമിയെ ആശാറാം ബാപ്പുവിന്റെ അടുത്ത്. ഇന്നുവരെ ഗുജറാത്ത് ഗവൺമെന്റിന് BJPക്ക് കഴിഞ്ഞിട്ടില്ല അതിനെതിരെ ഒരു ചെറുവിരൽ അണക്കാൻ. എന്നിട്ട് 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടി മോടി കൂട്ടുകയാണ്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് മൊട്ടേരയിലെ ശിവനഗറിൽ അടുത്തുള്ള 37 വീടുകൾ മൊട്ടേര മുനിസിപ്പൽ കോർപ്പറേഷൻ MMC ബുൾഡോസർ രാജിന് വിധേയമാക്കിയത്. ചോദിക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട്. നോക്കൂ, ഭരണഘടനയെ, ജനാധിപത്യ വിശ്വാസങ്ങളെ, ജീവിക്കാനുള്ള അവകാശങ്ങളെ, മൗലികാവകാശങ്ങളെ വരെ കടന്നു കയറുന്ന ഒരവസ്ഥയിലേക്ക് BJP പോകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിലൊക്കെ ഒരു ഭരണകൂടം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ജനാധിപത്യത്തെ പേടിയുണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നതെന്ന തോന്നലുണ്ടാവണം. ഇന്ന് ബംഗാളും അതുപോലെ തന്നെ നിരവധി സംസ്ഥാനങ്ങളിലും വോട്ടർ മിഷൻ തട്ടിപ്പ് ഇന്നും ഒരു ചോദ്യചിഹ്നമായി ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അതിന് കൺവിൻസിംഗ് ആയി ഒരു ആൻസർ തരാണ്ടിരിക്കാൻ പറ്റുമോ? നോക്കൂ നിങ്ങൾ, കേരളത്തിൽ വരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയ ഓർഡറുകൾ, അതിന്റെ അറിയിപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJPയുടെ ദേശീയ കമ്മിറ്റിയുടെ ദേശീയ സംഘടന സീലുണ്ടായി എന്നുള്ള വാർത്ത കേരളം കൺസീവ് ചെയ്തത് എത്രമേൽ വലിയ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ 10 വർഷത്തിന് മുകളിലായി BJP ഈ രാജ്യം ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള അത്തരം സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും നടക്കുക? ഉറപ്പാണ് വോട്ടർ മിഷൻ തട്ടിപ്പ്. അതുകൊണ്ടാണല്ലോ ജനത്തെ പേടിയില്ലാത്തത്. 10,000 രൂപ വാടകയായി ഞങ്ങൾ നൽകുമെന്ന് പറയുമ്പോൾ മഴക്കാലമായിരിക്കുകയാണ്, വലിയ വെള്ളക്കെട്ടുകളാണ്, സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാനുള്ള പെടാപ്പാടിൽ പെട്ടിരിക്കുന്ന ഗ്രാമവാസികളാണ്, പ്രദേശവാസികളാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള ഈ മൊട്ടേരയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ മോടി പിടിപ്പിക്കണം എന്നുള്ള വലിയ ആവശ്യം, ആവശ്യത്തിന് വേണ്ടി ഇന്ന് മോടി കൂട്ടാൻ വേണ്ടി 37 വീടുകളെ എവിടെയെങ്കിലും പോയി താമസിക്കൂ, ഒരു 10,000 രൂപ എന്ന് തന്നേക്കാമെന്ന്. അതിനും ഒരു പ്രദേശവാസി പറയുന്നത് എന്താ? എവിടെയാണ് അവർ പറഞ്ഞ വാടക കൊടുത്തിട്ടുള്ളത്? ആ 10,000വും കിട്ടില്ല. ആ 10,000 ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും ആവുകയുമില്ല. ഇത്ര വർഷം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കിടപ്പാടമാണ് ഇല്ലാതാവുന്നത്. ഒരാളും ഞങ്ങളോട് ചോദിക്കാനില്ല. ഇവിടെ നിന്നാൽ നോക്കിയാൽ കാണുന്ന ദൂരത്താ 45,000 ചതുരശ്ര മീറ്ററിൽ കയ്യേറി ആ വിവാദ ആൾദൈവം ആശാറാം ബാപ്പു ഇന്ന് ഈ ഫെബ്രുവരിയിലേക്ക് വരുമ്പോ 1.5 വർഷം ആവുകയാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട്. അടിച്ചു പൊളിച്ച് കളയുവോ ആ സ്ഥലം, ആ റിസോർട്ട്? അവിടെ ആശാറാം ബാപ്പുവിന്റെ സ്ഥലത്ത് കയ്യേറിയതിനെ തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് അതിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ പാവങ്ങളുടെ മേൽ മോഡി ഭരണകൂടം കടന്നു കയറുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരു വാക്കില്ല നമ്മുടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടതാണ്.